അപ്പോട്ടാ റിട്ടയർമെന്റ് ഏർപ്പാടൊക്കെ നന്നായില്ലേ? എന്താ ഏട്ടൻ വരാഞ്ഞേ? അന്ന് ആത്തേമാരെ നമ്മുടെ ചാത്തല്ലേ, അങ്ങോട്ട് പോണം, അവർക്ക് ചാത്ത ഇട്ടൊക്കെ വേണം, അവരെയും കൊണ്ട് പോവുക, അങ്ങനെയൊക്കെ ഏർപ്പാടുണ്ടല്ലോ. അന്ന് നമ്മൾ പറഞ്ഞില്ലേ റിട്ടയർ ചെയ്താല് കൃഷിയുടെ ഏർപ്പാട് എന്തേലും ചെയ്യണം എന്നുള്ളതേ. ഞാൻ പല വഴി നോക്കി. ഇപ്പൊ നമുക്ക് ബിസിനസ് ഒന്നും നമുക്ക് പറ്റില്ല. കൃഷി ആകുമ്പോൾ നമുക്ക് സ്ഥലം രണ്ടുപേരെ സ്ഥലം കൂട്ടി വെച്ചാൽ മതി. അടുത്തടുത്താണല്ലോ. അന്ന് കൃഷിയെ പറ്റി നമ്മൾ പറയുകയൊക്കെ ചെയ്യും. പിന്നെ എന്താ വേണ്ടെന്നൊരു ധാരണ ഉണ്ടായില്ല. അന്ന് ഏട്ടൻ പറഞ്ഞില്ല എങ്ങനെയാ കൃഷി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, അത് പരിഭ്രമിക്കണ്ട. ഇപ്പൊ കൃഷി ഓഫീസിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ സ്വർഗത്തിൽ പോയ മാതിരിയാ. അവിടെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്കൊരു എന്താ പറയാ, ഞാനല്ല നമ്മുടെ അപ്പുറത്തെ ഇതില്ലേ കമ്മാലിയില്ലേ, അവൻ പറഞ്ഞാണേ അവിടെ ചെന്ന ഒരു പ്രത്യേക ഒരു സ്വർഗത്തിൽ എത്തിയ മാതിരി. അത്ര അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒരു മാലാഖമാരുടെ രൂപമാണ്. ശരി, അവരോട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഫീലാ. ഒരു പുതിയ ഓഫീസർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പദവിനെ കേട്ടാൽ നമുക്കൊരു ഇത് വരും, കൃഷി പരാമർശ ദാതാവ് എന്നാണ്. നമ്പർ 5 റിട്ടയർ ചെയ്യാറായി. അദ്ദേഹം കാരവെല്ലക വദനം. ഈ പേരിലുണ്ടല്ലോ നല്ലൊരു പ്രത്യേകത, ഉത്സാഹമായി കേട്ടപ്പോ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് എന്ത് കൃഷിയാ ചെയ്യണ്ടേ, എപ്പോഴാ ചെയ്യണ്ടേ, എത്ര ഉറുപ്പ്യ കിട്ടണ്ടേന്ന് പറഞ്ഞാൽ പോയാൽ ഇപ്പൊ തന്നെ തിരക്കുണ്ടോ? ഇല്ലേ ഏട്ടൻ തിരക്കുണ്ടോ? ഇല്ലേ, ബിസിനസ് നമ്മളെ കൂടെ വേണ്ട. ഇതാകുമ്പോ നമുക്ക് തൊടിയുണ്ടല്ലോ, നമുക്ക് ചെലവില്ലല്ലോ. പിന്നെ എങ്ങോട്ടും പോണ്ട, പടന്നെ ഇരുന്നാ അരച്ചു കൊടുത്താ പിന്നെ പടി ഇരുന്നാ മതി. ഇപ്പൊ ഏട്ടനെ പൂരം ഇപ്പൊ തിരക്കൊന്നും ഇല്ലല്ലോ, ഇപ്പൊ തന്നെ കഴിഞ്ഞോട്ടെ. അത് നമസ്കാരം. ആരാ? ഒരു 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 എന്താ കാര്യം? ഇയാളിന്റെ അനിയനാ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ജോലി ഉണ്ടായിരുന്നു. രണ്ടാള് റിട്ടയറായി. അപ്പൊ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ കമ്പൈൻഡ് ആയിട്ടേ ലേശം കൃഷി തുടങ്ങാമെന്നാണ് നിരീച്ചു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നന്നായത്. ഇതിപ്പോ നിങ്ങളിപ്പോ കുടുംബത്തിന്റെ ആവശ്യമായിട്ടാണോ അതോ 10 ഉറുപ്പ്യ ഉണ്ടാക്കാനോ എങ്ങനെയാത്? അല്ല അല്ലേ, വരുമാനം വേണം. വരുമാനം എന്നാപ്പളേ ഒരു 150 കവുങ്ങാട് വയ്ക്കാം. ഇപ്പം വെച്ചാൽ ഒരു 3-4 കൊല്ലത്തിൽ ഇത് കായ്ക്കും. 40 കിലോളം ഒരു കവുങ്ങ് വിളവെടുക്കാം. ഇപ്പം വില 450 ഉറുപ്പ്യ ഒരു കിലോ. അത് ശരി. ഇനിയിപ്പോ വേറെയുണ്ട്. ഇതിപ്പോ ജൂലൈ ആഗസ്റ്റ് മാസമായിരിക്കുക. ഈ 450 600 ആവും. അതാ ഉള്ളതാണ് അതിൻ്റെ. അപ്പോ 150 ഇൻറ്റു 40 ഇൻറ്റു 600 എന്തായി കഥ? 36 ലക്ഷമായി. 36 ലക്ഷം. എന്നാ അത്ര സന്തോഷം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞതിപ്പോ ഒരു കണക്കാ. വേറെ എന്താ ഉള്ളത് വെച്ചാല് ഈ കവുങ്ങിന് പല പല അസുഖങ്ങളും വരാം. ഈ മഞ്ഞളിപ്പ്, മഹാളി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വന്നാൽ കൊല്ലത്തിലൊരു 3000 ഉറുപ്പ്യ കിട്ടിയാൽ അതാണ് അതിൻ്റെ ലാഭം. 1000 കിട്ടിയിട്ട് എന്താ കാര്യം? എന്താ മൂല്യം? അതൊന്നും സാരമില്ല, അതൊക്കെ ശരിയാക്കി ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ശരിയാക്കി തരാം. നേരേക്ക് തരും. സാറിനറിയാലോ. അതിപ്പോ ഈ കൃഷിയുടെ ഒരു ആൽഗോരിതം ഞാൻ പറഞ്ഞുതരാം. ആൽഗോരിതം മനസ്സിലായില്ലേ? മനസ്സിലായി. പറഞ്ഞുതരാം. അതിലിപ്പോ ആദ്യം വേണ്ടത് ഒരു ഇച്ഛാശക്തിയാ. അതുണ്ട്. അതെ, ഇച്ഛാശക്തി ഉണ്ട്. ഇവിടെ വന്നത് ജ്ഞാനശക്തിക്കാ. രണ്ടും കൂടി ആയാൽ ക്രിയാശക്തി ആയില്ലോ.
ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നല്ലേ പറയണത്. അതൊക്കെ ഉണ്ട്. എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അത് പറയാറിയില്ല. അതിന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു തൊഴുത്തുണ്ടാക്കാൻ. അപ്പൊ തൊഴുത്തിലാ കൃഷി. ഈ വളം വേണമെങ്കിൽ പയ്യ വേണം. അപ്പോൾ ചാണകവും മൂത്രമൊക്കെ വളയിലോ. അപ്പൊ തൊഴുത്ത്, നല്ലൊരു തൊഴുത്ത്. അല്ല, ഒരു പശു മതിയോ അതോ എന്താണെന്ന് ആയിക്കോട്ടെ. നല്ലല്ലേ ആവശ്യത്തിന് ചാണകം കിട്ടും. അതെ 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 അതാണ്. പിന്നെ ഒറ്റങ്ങട് മാറിയിട്ട് ഒരു ആട്ടുകൂടെ ആയിക്കോട്ടെ. അതെന്തിനാണോ? ആട്ടുംകാട്ടം ഒന്നാന്തര വളമാണ്. കൊച്ചിപ്പുറത്ത് ഒരു പട്ടിക്കൂട് കൂടെ ആയിക്കോട്ടെ. അല്ല, പട്ടിക്കാട്ടും വേണം. ഈ ആടിനും പയ്യനൊക്കെ ഒരു സംരക്ഷണം വേണ്ടേ, ഒരു കാവൽ വേണ്ടേ. അപ്പം അത് നല്ലതാ. അല്ലെങ്കിൽ അതാണ് വേണ്ടേക്കാം. നിങ്ങളല്ലേ മതി. കാവലോ? ഓ അല്ല, അപ്പൊ അത് വേണ്ടാക്കാം. വേണ്ട വേണ്ട. അതെ, സാർ ഇപ്പൊ നേരത്തെ ഈ കവുങ്ങിന് വരുന്ന രോഗങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മഞ്ഞളിപ്പ് രോഗം വന്നാൽ എന്താ ചെയ്യാ? അതിനൊരു തമാശയിട്ടാക്കാം. കവുങ്ങ് നട്ടാലല്ലേ മഞ്ഞളിപ്പ് രോഗം വരൂ. എന്നാലും ആ മഞ്ഞളിപ്പ് എങ്ങനെയാ മാറ്റുക? അത് വളരെ സിമ്പിളാ. മേൽമണ്ണ് അങ്ങോട്ട് മാറ്റിയാൽ മതി. ഈ 1.5 ഏക്കറയിലെ മേൽമണ്ണ് മാറ്റാൻ സാറ് വരുമോ? എന്ത് ഏർപ്പാടത്? അതിനല്ലേ JCB. മേൽമണ്ണ് മുഴുവൻ അവനെ കൊണ്ടാണ് മാറ്റാൻ. ഒരു പുതിയ മണ്ണാടിറക്കി അങ്ങോട്ട് ശരിയാക്കുക. ഇതെന്തങ്ങനെ? എന്നിട്ട് മഞ്ഞളിപ്പ് വന്നാലോ? അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം അതിന് പഞ്ഞൊന്നുമില്ലല്ലോ. വലിയ JCB ഉണ്ട്, കുഞ്ഞ JCB ഉണ്ട്. അതിനെ വിളിച്ചിട്ട് മണ്ണാണ് മാറ്റുക, വീണ്ടും ഇറക്കുക. ഇങ്ങനെ ആവശ്യം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെയ്യാലോ. ഏത് സമ്പ്രദായത്തിലപ്പോൾ നമ്മുടെ കൃഷി വേണ്ടത്? ഫുക്കോക്ക സമ്പ്രദായത്തിലായാലോ? ഓക്കെ, എന്താ ഈ സാധനം? പുതിയ വിത്താവും. ഇപ്പൊ കൊറേ ഇറങ്ങണ്ടല്ലോ. വേണ്ട, എന്താ ശരിയാ, പുതിയതൊക്കെ വേണ്ട. എന്താ മനസ്സിലായില്ല അത്. ഇപ്പോൾ 1 straw revolution ഈ സ്ട്രോച്ച സർവത്തൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഒറ്റ വൈക്കോൽ വിപ്ലവം. അല്ല, എന്തായാലും നമ്മുടെ സമ്പ്രദായത്തിന് മതി. അല്ല ഭേദ ഏട്ടാ, പിന്നെന്താ, നമ്മുടെ സമ്പ്രദായത്തിന് മതി. നമ്മുടെ വിത്ത് മതിയേനും. ഈ ഫുക്കുവൊക്കെ നമ്മുടെ സമ്പ്രദായത്തിൽ അത് മതി. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ വിളകളൊക്കെ ഇല്ലേ, ഈ ഒക്കെ നാശം വരാവുന്നതാണ് ഈ കാലാവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻഷുർ ചെയ്യണം. പഠിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ, അവൾക്ക് ഇതാ പണി. അപ്പോൾ അവിടെ ഇവിടെ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടല്ലേ? അല്ല, അപ്പൊ വിളകള് നാശം വരുമ്പോ ചെയ്താൽ മതിയല്ലോ. അത് മതി, അത് മതി, അതേ ഉണ്ടു. അതൊക്കെ ശരിയാക്കാവുന്നേ ഉള്ളൂ. അതൊന്നും ഈ നമുക്കിപ്പോ ലോണ് കിട്ടാനേ, അല്ല ഇപ്പൊ ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവര് ബാങ്കായ ഒരുപാട് നൂലാമാലകളാ അത്തരത്തെ. അപ്പൊ അതിനൊരു പോംവഴി എന്താ വെച്ചാല് അവര് കൃഷി ഓഫീസിന്റെ അങ്ങനെ തരാൻ പറ്റുമോ? ഇവിടെ ഭാര്യയുടെ അച്ഛൻ, ഫാദറുള്ള അവരുടെ അച്ഛനെ, അവർക്ക് ഭഗവതി ചിറ്റ് ഫണ്ട് അങ്ങനൊരു ഏർപ്പാട്. ചിട്ടി ഈ ലോണ് പോലെ തന്നെയാണ് സംഭവം. കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ആളാണല്ലോ. അപ്പോൾ നേരിട്ട് ചോദിക്കാം. അല്ല, ഈ ചിറ്റ് ഫണ്ടൊക്കെ ആകുമ്പോൾ പലിശ കൂടില്ലേ? അത് വലിയ പ്രശ്നമല്ല. 100ക്ക് 2 എത്ര കയ്യിലേ ഉള്ളൂ.
നൂറ്റിക്ക് കണ്ടല്ലോ ഇത്രേ, നമുക്ക് എടുക്കാം. സാറ് ശരിയാക്കി തരുമോ? അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഈ വിത്തും വളമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതല്ലാണ്ട് ചൊവ്വാവില്ല. ഇപ്പം ഇവിടെ അങ്ങാടിയിൽ കുറച്ചിക്കര വളം ഡിപ്പോ അങ്ങനെ ഒരു ഇതുണ്ട്. അത് സാറിന്റെ ആരാണാവോ? അങ്ങനെ ആരും ആയിട്ടല്ല, ഇവിടെ ഭാര്യയുടെ ഒരു സഹോദരനായിട്ട് വരും, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ മണ്ണ് പരിശോധിക്കണ്ടായോ ആദ്യം? അല്ല അതിപ്പോഴേ മണ്ണ് പരിശോധിച്ചെന്താ കഴിഞ്ഞാൽ ഞങ്ങളെ മണ്ണല്ലേ ഇപ്പൊ പരിശോധിച്ച് തന്നല്ലാതെ ഞങ്ങൾക്ക് അവിടെ തന്നെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. സാറേ എങ്ങനെയെങ്കിലും ഒന്ന് അതിൻ്റെ ഒരു ഏർപ്പാട് ചെയ്യും. അതിപ്പോൾ പരിശോധിക്കുന്നില്ല. അപ്പം നിങ്ങൾ തയ്യാറാണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. അതിന് മുമ്പേ വേണ്ട ചില കാര്യങ്ങളുണ്ട്. വെള്ളം പരിശോധിക്കണം. പിന്നെ മണ്ണിൻ്റെ ഒരു പരിശോധന, വളക്കൂറുള്ള മണ്ണാണോ ഇതിന് അങ്ങനെയല്ലേ, മണ്ണ് പരിശോധിക്കണം. പിന്നെ ഇതിൻ്റെ അടുത്ത് കാടുണ്ടോ ഇല്ലേന്ന് അറിയണം. അത് വലിയ പ്രശ്നമാണ്. കാട് നമ്മൾ വലിയ പ്രശ്നമാണ്. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ കേമായിട്ട് കൃഷി ചെയ്യണ്ടെന്ന് വയ്ക്കുക, അതുകൊണ്ട് അയൽവാസികൾക്കോ നാട്ടുകാർക്കോ മറ്റവർക്ക് ബുദ്ധിമുട്ട് പറയാൻ ഇതൊരു കാരണമാവുമോ, അതും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് തയ്യാറായാൽ അതാണ്. മനസ്സിലായോ? സാറേ ഇതൊക്കെ ചെയ്യാം. അടുത്ത ജന്മത്തിൽ സാറ് ഓഫീസറായിട്ട് ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇതിനു വേണ്ടി കൃഷിക്കാരായിട്ട് വരികയെന്ന് വിചാരിക്കുക. ഈ കൃഷി നിയമങ്ങളൊക്കെ മാറി വിചാരിക്കുക. അപ്പോൾ വേണ്ട പോലെ ചെയ്യാം. നിങ്ങൾ പിന്നെ വരാം. ഇറങ്ങുകയാണ്. സന്തോഷമായി.